ഹലോ ഗൈസ്. അപ്പൊ കുറെ നാളായി നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തലശ്ശേരിക്ക് പോവാണ് ഗൈസ്. അതായത് രാവിലെ 9:45 ബസ്സിന് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ കാവ് നടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അമ്പലത്തിൽ പോയേക്കുവാണെന്നാണ് അവിടെ ഏതോ ഒരു ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചു ടൗണിൽ നല്ല തിരക്കായിരിക്കുന്നു. പക്ഷെ ടൗണിലും വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. എല്ലാരും കാവിലെ അമ്പലത്തിൽ എങ്ങാണ്ട് പോയേക്കാണ്. അതുകൊണ്ട് തന്നെ ടൗൺ ഒക്കെ നല്ല ആൾക്കാരൊന്നും ഇല്ലാണ്ട് അവിടെ എവിടെയൊക്കെ ഒന്ന് രണ്ട് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു മാനന്തവാടിയിൽ ഒട്ടുക്കത്ത് തിരക്കായിരിക്കുന്നു. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയാൽ മതി, ഇവിടുന്ന് ബസ് കിട്ടും. പക്ഷെ ഈ കാവിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബസ്സിൽ ആൾക്കാർ മൊത്തം ഉണ്ടാകും. പിന്നെ സീറ്റൊന്നും ഇരിക്കാൻ സീറ്റൊന്നും കിട്ടത്തില്ല. പിന്നെ നിൽക്കണ്ടൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സ്റ്റാൻഡിൽ പോയി ഇറങ്ങാന്ന് വെച്ച്. പിന്നെ ബസ്സിൽ കയറുമ്പോൾ എന്തെങ്കിലും ഞമ്യമായിട്ട് വേണം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കപ്പോർത്തതും പിന്നെ പേരിനൊരു കുടിവെള്ളവും നമ്മളങ്ങ് മേടിച്ച് തിരിച്ചു വന്നിട്ടും കുറെ നേരം നോക്കിയിരുന്നു. അവസാനം കിട്ടിയില്ല. പിന്നെ ഒരു ഇരട്ടി കിട്ടി. ഇരട്ടി എങ്കിൽ ഇരുട്ടി. അങ്ങനെ ഇരുട്ടിയിൽ കയറി. പിന്നെ കൂടെ കുറിക്കാനായിട്ട് ഒരു കടലയും കിട്ടി. ഈ പാൽച്ചോറ് എന്ന് പറയുന്നത് അതൊരു വികാരം തന്നെയാണ്. പണ്ടിവിടെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഇതിൽ കൂടെ നടന്നിട്ട് ആ താഴം വരെ കണ്ടു പോയിട്ട് അവിടുന്ന് ബസ് കയറി പോയിട്ടുണ്ടായി. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുമ്പോൾ കുരിശുപള്ളിയാണല്ലോ. നമ്മൾ കുരിശ് വരച്ച് മടുക്കും. പിന്നെ കുറച്ചു നേരം കപ്പോർത്തൊക്കെ തിന്ന് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇരുട്ടിയിലേക്ക് വന്നു ഗൈസ്. അങ്ങനെ സ്റ്റാൻഡിലേക്ക് എത്തിയ സമയത്താണെങ്കിൽ നേരെ തലശ്ശേരി ബസ് അവിടെ തന്നെ കിടപ്പുണ്ട്. പിന്നെ ഈ ബസ് കയറി മടുത്ത് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി ചെറുതായിട്ട്. അങ്ങനെ കിളിയെല്ലാം പോയി എവിടെയോ ഇറങ്ങിയെന്ന് വെച്ച് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമൊക്കെ കഴിഞ്ഞെന്നൊക്കെ വെച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട അടുത്ത് തന്നെ ഇറങ്ങി ഗൈസ്. ഞാൻ വയനാട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ നല്ല തണുത്ത വെള്ളമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല തിളച്ച വെള്ളമായി ഗൈസ്. പിന്നെ ഈ കണിക്കുന്നതിനൊക്കെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നത് സംഭവം എന്താ നല്ല ഭംഗി. വിഷു വരെ ഉണ്ടാവുമുണ്ട്. ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാലാവസ്ഥയാണ് ഈ ചൂടെടുത്ത് മനുഷ്യൻ ചാവാൻ തുടങ്ങുന്നത് ഗൈസ്. അങ്ങനെ തണ്ടിക്കാൻ വേണ്ടി ഒരു മാങ്ങ കഴിച്ചു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇത്തിരി ചോറ് കഴിച്ചു. പിന്നെ അതും പോരാഞ്ഞിട്ട് ഇത്തിരി ഡയറി മിൽക്കും കൂടെ കഴിച്ചു ഗൈസ്. എന്നിട്ടും തീർന്നില്ല. വൈകുന്നേരമായപ്പോൾ ഒരാവശ്യമില്ലാണ്ട് പിന്നെയും കടയിലേക്ക് പോയി തണുപ്പിക്കാനായിട്ട് ഐസ്ക്രീമും മേടിച്ചു ഗൈസ്. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.